ഷാക്കിർ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ഷാക്കിർ, നോക്കൂ, തെക്കൻ കേരളത്തിൽ വലിയ രീതിയിൽ വോട്ട് കുറയുമ്പോൾ പക്ഷേ സമാനമല്ല വടക്കൻ കേരളത്തിലെ സാഹചര്യം എന്ന് കാണാം. അവിടെ പല മണ്ഡലങ്ങളിലും വോട്ട് കൂടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. വോട്ടർമാർ ഈ ഇലക്ട്രൽ പ്രോസസ്സിലേക്ക് കൂടുതലായി വരുന്നു എന്നത് കാണുന്നു. പ്രവാസി വോട്ടർമാരുടെ എണ്ണം കൂടുന്നു. ഒരുപക്ഷെ പ്രവാസി വോട്ടർമാർക്ക് ഫലത്തെ പോലും സ്വാധീനിക്കാൻ കരുതുന്ന തരത്തിലുള്ള പ്രാതിനിധ്യം ഉണ്ടാകുന്നു എന്നൊരു സാഹചര്യം കൂടിയുണ്ട്. നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിൽ SIR നടക്കുമ്പോൾ ഉയർന്നിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ വോട്ടർമാരെ വോട്ടർ പ്രക്രിയയിൽ നിന്ന് പുറന്തള്ളുന്നു എന്ന ഒരു ആക്ഷേപവും ആരോപണവുമാണ് ഉയർന്നിരുന്നതെങ്കിൽ കേരളത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ മുസ്ലിം ഭൂരിപക്ഷ മേഖലകളിൽ വോട്ടർമാരുടെ എണ്ണം കൂടുകയാണ്. അപ്പോൾ ഇതൊരു സുതാര്യമായി നടക്കുന്ന പ്രക്രിയയാണ്, ഇതിൽ ആശങ്കപ്പെടേണ്ടതില്ല എന്ന ഒരു സാഹചര്യം കാണുന്നുണ്ടോ മുസ്ലിം ലീഗ്? അല്ല, ഇവിടെ രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, ഈ SIR പ്രോസസ് നടന്നത് കേരളത്തിലാണ്. മറ്റൊന്ന്, ഇന്ത്യ രാജ്യത്ത് മൊത്തത്തിൽ ഇലക്ഷൻ കമ്മീഷൻ BJPക്ക് വേണ്ടി നടത്തിയിട്ടുള്ള SIRൽ ബീഹാറിലും ഗുജറാത്തിലും മറ്റ് സംസ്ഥാനങ്ങളിൽ സംഭവിച്ചത് എന്താണ് എന്ന് കൃത്യമായി സുപ്രീം കോടതിയിൽ ഉൾപ്പെടെ തെളിവുകൾ സഹിതം രാഹുൽ ഗാന്ധി ഉൾപ്പെടെ മറ്റാളുകൾ ഉൾപ്പെടെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ കേരളത്തിൽ നമ്മൾ കുറച്ചുകൂടെ രാഷ്ട്രീയമായി പ്രബുദ്ധരാണ്. ഇവിടെ 70% ആളുകളും കൃത്യമായി രാഷ്ട്രീയമുള്ളവരാണ്. 30% ആളുകൾ മാത്രമാണ് കേരളത്തിൽ രാഷ്ട്രീയമായി അല്പം സജീവത ഇല്ലാത്തവരോ അല്ലെങ്കിൽ സാഹചര്യത്തിനനുസരിച്ച് വോട്ട് ചെയ്യുന്നവരോ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ SIR പ്രോസസ്സിൽ BLമാരാവട്ടെ മറ്റ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ പാർട്ടികളാവട്ടെ എല്ലാവരും വളരെ അലർട്ടായിരുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് ഇവിടെ ഇപ്പോൾ തിരുവനന്തപുരത്തെ നിയോജക മണ്ഡലങ്ങളിൽ അല്ലെങ്കിൽ തെക്കൻ കേരളത്തിലെ മണ്ഡലങ്ങളിൽ കുറഞ്ഞിട്ടുള്ള വോട്ടുകൾ ഏത് വിഭാഗത്തിൻ്റെതാണ്, ആരുടേതാണ്, ആരൊക്കെയാണ് പുറത്തു പോയത് എന്നത് കൃത്യമായി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ നിങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം പ്രവാസി വോട്ടർമാരുടെ വിഷയം. പ്രവാസി വോട്ടർമാർക്ക് ഇപ്പോഴും ഗുരുതരമായ പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ട്. ഇപ്പോ അവരിൽ പലർക്കും ഇപ്പോഴും വോട്ട് ചേർക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പൊ നമുക്കറിയാം, ഇപ്പോ ഈ വോട്ടർ പട്ടികയിൽ വോട്ട് ചേർക്കുന്നതിന് ഈ പ്ലേസ് ഓഫ് ബർത്ത് ചോദിക്കുന്നുണ്ട്. ഇപ്പൊ ഇന്ത്യക്ക് പുറത്തു പോയി പ്രസവിക്കപ്പെട്ടിട്ടുള്ള ആളുകൾ അവരുടെ വോട്ട് ചേർക്കാൻ ഇപ്പോഴും ഇതിൽ സാങ്കേതികമായ പ്രശ്നങ്ങളുണ്ട്. മറ്റ് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ പ്രവാസികൾ നേരിടുന്നുണ്ട്. അതിനൊന്നും ഇതുവരെ പരിഹാരമായിട്ടില്ല. പക്ഷെ ഇത് സുതാര്യമാണ് എന്ന് നിങ്ങൾ പറയുന്നത് കേരളക്കരയിൽ രാഷ്ട്രീയമായി കുറച്ചുകൂടി പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങളാണ്. അതോടൊപ്പം തന്നെ ഇവിടെ ഇലക്ഷൻ പ്രോസസ്സിൽ അല്ലെങ്കിൽ SIR പ്രോസസ്സിൽ പങ്കെടുത്തിട്ടുള്ള BLമാരിൽ ഒരു പരിധിവരെ നിഷ്പക്ഷരായിട്ടുള്ള ആളുകളാണ്. എന്നിട്ട് നിങ്ങൾക്കറിയാം, പല സ്ഥലങ്ങളിൽ BJP നേരിട്ട് ഇപ്പൊ കാസർകോട്ടെ മഞ്ചേശ്വരം മണ്ഡലത്തിൽ BJPയുടെ ജില്ലാ സെക്രട്ടറിയാണ് അവിടെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥര് പോയി ഈ വോട്ടുകൾ തള്ളാൻ വേണ്ടി നേരിട്ട് ആവശ്യപ്പെട്ടത്. വളരെ ശക്തമായി ആ BJPയുടെ നേതൃത്വം ആവശ്യപ്പെട്ടത്. അവിടുത്തെ തെരഞ്ഞെടുപ്പ് ഭരണാധികാരി SIRന്റെ ഉത്തരവാദപ്പെട്ട ആളുകള് കർശനമായി നിയമം പാലിച്ച് നിങ്ങൾ അപേക്ഷ കൊടുത്താൽ, ഓൺലൈൻ വഴി നിങ്ങൾ അപ്ലിക്കേഷൻ കൊടുത്താൽ അത് പരിഗണിക്കുന്നത് സത്യസന്ധമായിട്ടായിരിക്കും. ആളുകൾക്ക് നോട്ടീസ് അയക്കും, അല്ലെങ്കിൽ ആളുകൾ കിട്ടാത്തവർക്ക് വീടുകളിൽ പോയി നോട്ടീസ് പതിക്കും. അതിനുശേഷമേ ഇത്തരം വോട്ട് തള്ളലാണെങ്കിലും മറ്റു കാര്യങ്ങളായാലും സ്വീകരിക്കൂ എന്ന് എവിടത്തെ ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥർ പറഞ്ഞത് ആ സംഭവം നമ്മൾ നേരിട്ട് കണ്ടതാണ്. അപ്പൊ BJP അവർക്ക് സ്വാധീനം ഉണ്ടാക്കാൻ വേണ്ടി പരമാവധി ശ്രമം നടത്തിയിട്ടുണ്ട്. അത് വിജയിക്കാതെ പോയതാണ്. പക്ഷേ അതോടൊപ്പം തന്നെ തെക്കൻ കേരളത്തിൽ ഉൾപ്പെടെ 47,000 വോട്ട് പോയതും 38,000 വോട്ട് പോയതും ഓരോ നിയമസഭാ മണ്ഡലത്തിൽ ആരുടെ വോട്ടാണ് ഒഴിവാക്കപ്പെട്ടത് എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ വടക്കൻ കേരളത്തിലൊക്കെ ഓരോ വീടാന്തരം കയറി ഇറങ്ങി കൃത്യമായ നിരീക്ഷണം നടത്താൻ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും മുൻപന്തിയിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ BLOമാർ അവർ വളരെ സത്യസന്ധമായിട്ട് അവരുടെ ഡ്യൂട്ടി നിർവഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ SIR ഇന്ത്യയിലാകെ നടപ്പിലാക്കുന്നത് സുതാര്യമാണെന്ന് പറയാൻ കഴിയില്ല. നമുക്ക് ബീഹാർ മുമ്പിൽ തെളിവുണ്ട്, ഗുജറാത്ത് മുമ്പിൽ തെളിവുണ്ട്, ഓസ്ട്രേലിയൻ യുവതി പോലും ഇവിടെ നമുക്കറിയാമല്ലോ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കപ്പെട്ട സാഹചര്യമുണ്ട്. നേരത്തെ ഇലക്ഷൻ കമ്മീഷൻ SIR നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് നമ്മുടെ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടിക 20 കൊല്ലത്തിനിടയ്ക്ക് ശുദ്ധീകരിക്കേണ്ടതുണ്ട്, അതുകൊണ്ട് വിദേശികളൊക്കെ കടന്നുകൂടിയിട്ടുള്ളവരെ ഒഴിവാക്കേണ്ടതുണ്ട് എന്നൊക്കെ പറഞ്ഞ് ന്യായീകരണം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് സുതാര്യമാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഇപ്പോ കേരളത്തിലെ ഈ SIRന്റെ ഈ പട്ടിക വെച്ച് നമുക്ക് വിലയിരുത്താൻ കഴിയില്ല. നേരത്തെ കൃത്യമായി നമ്മൾ ബോധ്യപ്പെടുത്തിയതാണ്, ഈ ലക്ഷക്കണക്കിന് ആളുകളെ ഒരു മണ്ഡലത്തിൽ 1000 വോട്ട്, ചില സ്ഥലം 100 കണക്കിന് വോട്ടുകൾ മാറിയാൽ തന്നെ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടിനെ ബാധിക്കും. അപ്പൊ ഗുജറാത്തിലാണെങ്കിലും ബീഹാറിലാണെങ്കിലും തെരഞ്ഞെടുപ്പ് റിസൾട്ടിനെ ഗുരുതരമായി ബാധിച്ചിട്ടുണ്ട്. മറ്റു സംസ്ഥാനങ്ങളിലുമുണ്ട്. അത് ആയിരക്കണക്കിന് ആളുകളെ നേരിട്ട് ബന്ധപ്പെട്ട ആളുകൾക്ക് മുമ്പിൽ, മാധ്യമങ്ങൾക്ക് മുമ്പിൽ അവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾ കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്തതാണ്.
അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു നമ്മൾ കേരളക്കരയിൽ ഇപ്പോൾ വന്നിട്ടുള്ള SIRന്റെ പിന്നെ ലിസ്റ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇന്ത്യയുടെ മൊത്തത്തിലുള്ള സാഹചര്യത്തെ വിലയിരുത്തുന്നത് ശരിയല്ല. അത് BJP കാണിച്ചിട്ടുള്ള മാൻ പ്രാക്ടീസ് കൃത്യമായി ബോധ്യപ്പെട്ടതാണ്. അത് തെരഞ്ഞെടുപ്പ് അട്ടിമറിയാണ്, വോട്ട് ചോരിയാണ്, അതിലൊരു സംശയമില്ല. കേരളത്തെ കുറിച്ച്, തെക്കൻ കേരളത്തിലെ വോട്ട് നഷ്ടമായതിനെ കുറിച്ച് നമ്മൾ കൃത്യമായി പഠിക്കേണ്ടിയിരിക്കുന്നു. ഏത് വിഭാഗത്തിന് വോട്ടാണ് പോയിട്ടുള്ളത്? നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ BJP മാർക്ക് ചെയ്തിട്ടുള്ള മണ്ഡലങ്ങളാണ്. ആ മണ്ഡലങ്ങളിൽ ഒരു 5000 വോട്ട് അല്ലെങ്കിൽ 10000 വോട്ട് മാറ്റപ്പെട്ടാൽ, തള്ളപ്പെട്ടാൽ അവിടെ റിസൾട്ട് മാറും. അപ്പൊ അത് ആരാണ് ചെയ്തത്, ആരൊക്കെയാണ് പുറത്തു പോയത്, ഇത് സത്യമായിട്ടാണോ എന്നുള്ളത് നമ്മൾ കൂടുതൽ പരിശോധനകൾ ആവശ്യമുണ്ട് എന്നതാണ്. നോക്കൂ ശ്രീ MS വേണുഗോപാൽ, ഏറ്റവും കുറവ് വോട്ടർമാർ പുറത്തായ രണ്ടാം ഘട്ട SIR നടന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം. ഏതാണ്ട് 3.22% പേർ പുറത്തായ സാഹചര്യം മാത്രമാണ് കേരളത്തെ സംബന്ധിച്ച് ഇപ്പോഴുള്ളത്. അത് നമുക്ക് ആലോചിച്ചാൽ മരണപ്പെട്ട് പുറത്തുപോയവർ, താമസം, പല രീതിയിൽ ഒഴിവാക്കപ്പെടുന്ന മനുഷ്യരാകാം, അതിനുള്ളൊരു സാധ്യതയുണ്ട് എന്ന് നമുക്ക് തോന്നും. പക്ഷേ മറ്റ് സംസ്ഥാനങ്ങൾ നോക്കിയാൽ ഛത്തീസ്ഗഡിൽ 11.7%, ഗോവയിൽ 10.76%, മധ്യപ്രദേശിൽ 5.96%, രാജസ്ഥാനിൽ 5.74%, ആൻഡമാനിൽ 16.87%. ഗുജറാത്താണ് ഏറ്റവും കൂടുതൽ വോട്ടർമാർ പുറത്തുപോയ സംസ്ഥാനം എന്നതും കൂടി നമ്മൾ കാണണം. അവിടെ ഏതാണ്ട് 13%-ഓളം പേർ പുറത്തു പോകുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കേരളത്തിൽ പൊതുവെ രാഷ്ട്രീയ പാർട്ടികൾ നല്ല ജാഗ്രത ഈ പ്രക്രിയയുമായി ബന്ധപ്പെട്ട് കാണിച്ചിട്ടുണ്ട്, തദ്ദേശ തെരഞ്ഞെടുപ്പ് തിരക്കുകൾക്കിടയിലും എന്ന് വേണമോ മനസ്സിലാക്കാൻ. അപ്പോഴും ഈ തിരുവനന്തപുരം ജില്ല കേന്ദ്രീകരിച്ചും തെക്കൻ കേരളവും വടക്കൻ കേരളവുമായി വന്നിട്ടുള്ള ഈ വലിയ രീതിയിലുള്ള വോട്ടിലെ വൈരുദ്ധ്യം എന്ന് പറയുന്നത് സംശയം ജനിപ്പിക്കുന്നതാണ്. ഞാൻ ആ വിഷയത്തിലേക്ക് വരാം. അതിനു മുമ്പായിട്ട് ഇതിൻ്റെ ഒരു ചെറിയ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞോട്ടെ. കേരളത്തിൽ, ഇന്ത്യയിൽ മൊത്തത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ, BJP ഒഴിച്ച് പല രാഷ്ട്രീയ പാർട്ടികളും, പ്രതിപക്ഷത്തെ രാഷ്ട്രീയ പാർട്ടികളും പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവും വളരെയധികം തവണ ഉന്നയിച്ചിട്ടുള്ള കാര്യമാണ് വോട്ടേഴ്സ് ലിസ്റ്റിലെ അപാകത, വോട്ട് ചോരി എന്നൊക്കെ പറഞ്ഞത്. അതുപോലെ തന്നെ ഇതിനു മുമ്പ് ഇവിടെ ശ്രീ ജയരാജ് പറഞ്ഞ പോലെ ADR, അസോസിയേഷൻ ഓഫ് ഡെമോക്രാറ്റിക് റിഫോംസ്, സുപ്രീം കോടതിയെ കൊണ്ട് കേസ് വരെ കൊടുത്തു. ഈ ഇലക്ഷൻ വോട്ടിംഗ് മെഷീൻ ഭയങ്കര കുഴപ്പമാണ്, ഇതിൽ കൈപ്പത്തിക്ക് കുത്തിയാൽ താമരയ്ക്ക് പോകും, താമരയ്ക്ക് കുത്തിയാൽ കൈപ്പത്തിക്ക് വരും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര അലിഗേഷനാണ് കൊടുത്തത്. അവസാനം ഇതൊരു നിരന്തരം പരിപാടിയാണ്. അവസാനം സുപ്രീം കോടതി പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നമുക്കിതൊന്ന് പൊളിച്ചെഴുതി പരിശോധിക്കാം. ഈ മെഷീൻ എങ്ങനെയാണ്, ഇതിൻ്റെ ഓരോ പണി എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്, ഇതെങ്ങനെയാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്, മുഴുവൻ കാര്യങ്ങളും സയൻറ്റിഫിക്കായിട്ട് അവർ പരിശോധിച്ചു കഴിഞ്ഞിട്ട് ADRന് ഇത് മുഴുവൻ കാണിച്ചു കൊടുത്തു. ഇത് ഒരിടത്തിരുന്നും വേറൊരു ഓപ്പറേഷൻ നടത്താൻ പറ്റില്ല. ലക്ഷക്കണക്കിന് മെഷീനുകൾ പല സ്ഥലത്തേക്ക് വിതരണം ചെയ്തിട്ട് അതാത് പ്രദേശങ്ങളിൽ വന്നിട്ട് ആ പ്രദേശത്തെ കാൻഡിഡേറ്റിൻ്റെ മുമ്പ് വെച്ചിട്ടാണ് ഈ പേരും കാര്യങ്ങളൊക്കെ ചേർത്ത് ആ മെഷീൻ തയ്യാറാക്കുന്നത്. ഇത് വേറൊരിടത്തുനിന്ന് മൊബൈൽ വെച്ചിട്ടോ വേറൊരു വിധത്തിലോ ഒന്നും ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇത് സെൽഫായിട്ട് ഇത് ക്ലിക്ക് ചെയ്താൽ മാത്രമേ വരുള്ളൂ. ഇതിനകത്ത് അപാകതയ്ക്കുള്ള സാധ്യതകൾ ഒട്ടും തന്നെ ഇല്ല എന്ന് ADRനെ ബോധ്യപ്പെടുത്തി മേലാൽ ഇത്തരം കാര്യം പറഞ്ഞുകൊണ്ട് വരരുതെന്ന് പറഞ്ഞുകൊണ്ട് ഓർഡറായിട്ടുണ്ട്. 2024 ADR വേഴ്സസ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു കേസുണ്ട്. അത് നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ അറിയാം. വളരെ വിശദമായിട്ട് എനിക്കൊന്നൊരു 15-20 പേജുള്ള ഒരു ജഡ്ജ്മെൻറ്റാണ്. ജഡ്ജ്മെൻറ്റ് കാണേണ്ടതാണ്. അത് തീർന്നു. ഉടനെ കഴിഞ്ഞപ്പോഴാണ് അടുത്തത് SIR എന്ന് പറഞ്ഞുകൊണ്ട് വന്നത്. ഞാൻ 5 പ്രാവശ്യം ശ്രീ TN ശേഷൻ്റെ കൂടെ ഈ ഇലക്ഷൻ പ്രോസസ്സുമായി ബന്ധപ്പെട്ട് യാത്ര ചെയ്യുകയും പലതും കണ്ടിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം പറഞ്ഞത്, ഈ വോട്ട് ചോരിയൊക്കെ നമ്മളിപ്പോൾ പറയുന്നില്ലേ, അദ്ദേഹം പറഞ്ഞത് വോട്ട് റോബറിയാണ് ഇവിടെ നടന്നിട്ടുള്ളത്. കോൺഗ്രസിൻ്റെ കാലത്ത് ഈ ബീഹാറിലും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.